നാളെയാണ് ക്രിസ്മസ്. നമുക്ക് ഇന്നെങ്കിലും ഒരു പുൽക്കൂട് സെറ്റാക്കണ്ടേ? പെട്ടെന്ന് വന്ന പ്ലാനാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ സാധനങ്ങളൊന്നുമില്ല. നമ്മളന്ന് ട്രൈപോഡ് മേടിച്ചപ്പോൾ കിട്ടിയ ബേസ് ബോർഡ് കളയാണ്ട് നമ്മൾ എടുത്തു വെച്ചിരുന്നു. അതും പണ്ട് മേടിച്ച ഒരു ചെരുപ്പിൻ്റെ സ്റ്റാൻഡിൻ്റെ കുറച്ച് കാലുകൾ ഇരിപ്പുണ്ട്. അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പുൽക്കൂട് വേഗം തന്നെ സെറ്റാക്കാം. ആദ്യമായിട്ട് പുൽക്കൂട് ഉണ്ടാക്കണതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് എല്ലാവരും. അച്ഛനും ചേച്ചിയും പിള്ളേരും എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അത് വെക്കുകയാണ്. ചേച്ചിയാണ് പുൽക്കൂടിൻ്റെ അകത്ത് വെക്കാനുള്ള സാമഗ്രികളൊക്കെ കൊണ്ടുവന്നത്. ഇതാണ് എൻ്റെ നാത്തൂൻ സിയ ചേച്ചി. അപ്പോൾ ചേച്ചിയാണ് ഈ പറഞ്ഞ സാമഗ്രികളൊക്കെ കൊണ്ടുവന്നത്. ആദ്യമായിട്ട് ഇതെല്ലാം ഒരുക്കുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ. എല്ലാവരെയും കാണാനും നല്ല രസമുണ്ട്. ഇതാരാ പിങ്ക് തൊപ്പിയൊക്കെ വെച്ച് ഒരാൾ കുനിഞ്ഞിരിക്കണം, ഒരാളുടെ കയ്യിൽ ആട്ടുംകുഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ട്. കുറേ ആളുകളും ക്യാരക്ടേഴ്സൊക്കെ അതിനകത്തുണ്ട്. കുറേ ആട്, ഒരു കഴുത, അങ്ങനെ കുറേ ഇതുണ്ട്. എല്ലാവരെയും ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി, ആരെയൊക്കെ എവിടെയൊക്കെ ഇരുത്തണം, ആര് ഉണ്ണിയേശുവിനെ കാണാൻ പോകണം, ഗിഫ്റ്റിൻ്റെ പൊതി കയ്യിലുള്ള ആൾ ആദ്യം പോകണം എന്നൊക്കെ പറഞ്ഞ് സിയ ചേച്ചി എല്ലാവരെയും കറക്റ്റ് ഒതുക്കി വെക്കേണ്ടായിരുന്നു. ഞങ്ങൾ പുൽക്കൂട് ഉണ്ടാക്കുന്ന സമയത്താണ് വീട്ടിൽ കരോൾ വന്നു. തങ്കുമോളെയും പിടിച്ചിറക്കി. എല്ലാവരും നന്നായിട്ടൊന്ന് എൻജോയ് ചെയ്തു. തേനയൊന്നും മുളപ്പിക്കാൻ സമയമില്ലാത്ത കാരണം മുറ്റത്തുനിന്ന് പുല്ല് പറിച്ചു. അങ്ങനെ നിമിഷ നേരങ്ങൾ കൊണ്ട് നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മളൊരു പുൽക്കൂട് സെറ്റ് ചെയ്തു.